പ്രേംകുമാറിൻ്റെ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാൻ ഞാനില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് പിണറായി വിജയൻ മാത്രം തീരുമാനിക്കുകയും പിണറായി വിജയൻ മാത്രം നടപ്പിലാക്കുകയും പിണറായി വിജയൻ ആളുകളെ ഇറക്കി വിടുകയും ഒക്കെ പിണറായി വിജയൻ ആളുകളെ ഇരുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയുടെ രീതികൾ അനുസരിച്ച് അദ്ദേഹം മറ്റു പാർട്ടികളെ വിലയിരുത്താൻ ശ്രമിക്കുന്നു. അതിൽ വലിയ തെറ്റുണ്ടാവും. അദ്ദേഹം KC വേണുഗോപാലിന് കേരളത്തിൽ നേതാക്കൾ വളരുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നത് അദ്ദേഹം പിണറായി വിജയൻ്റെ മാതൃകയാണ് ബാക്കി എല്ലാവർക്കും എന്ന് കരുതുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് അറിയാവുന്നതാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത്. സ്പീക്കർ ശ്രീമതി ഇറക്കിവിടും. MA ബേബി എങ്ങനെയൊക്കെയാണ് ഈ സ്ഥാനത്തെത്തിയത് നമുക്കറിയാം. അതുപോലെ തന്നെ കേരളത്തിൽ ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇല്ലാതായി പോയതെന്ന് നമുക്കറിയാം. ആ രീതികളൊക്കെയാണ് പ്രേംകുമാറിന് വശമുള്ളത്. അതേ രീതിയിൽ വെച്ച് കോൺഗ്രസിനെ വിശകലനം ചെയ്യാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നില്ല. പിന്നെ അഭിലാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് കേരളത്തിലെ കാര്യങ്ങളിൽ എന്തുകൊണ്ട് വളരെ വിപ്ലവകരമായ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ 2 പരാജയങ്ങൾക്ക് ശേഷവും എടുത്തിട്ടില്ല എന്നുള്ളത്. അഭിലാഷ്, 2021 ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ ഒന്ന് പരിശോധിക്കാം. അന്ന് വരെ കേരളത്തിൽ കോൺഗ്രസ് തുടർന്ന് വന്ന രീതികളിൽ നിന്നുള്ള പൂർണ്ണമായ ഒരു വിച്ഛേദമാണ് 2021 ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ ആകെ മാറുന്നു. ഗ്രൂപ്പ് നേതാക്കന്മാരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതാകുന്നു. പുതിയൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു. പുതിയൊരു KPCC ഗ്രൂപ്പ്, പരമ്പരാഗത ഗ്രൂപ്പുകളിൽ പെടാത്ത പുതിയൊരു KPCC പ്രസിഡന്റ് ഉണ്ടാകുന്നു. അങ്ങനെ ആ ഒരു തുടർച്ചയ്ക്ക് ഒരു വിച്ഛേദം ഉണ്ടായിക്കൊണ്ട് പുതിയൊരു മോഡൽ കേരളത്തിൽ പരീക്ഷിക്കുകയായിരുന്നു. ആ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ആ പരീക്ഷണത്തിൻ്റെ എന്തെങ്കിലും പ്രയോജനമുണ്ടായോ എന്ന് നമുക്ക് പരിശോധിക്കാം. സുധാകരനെ KPCC പ്രസിഡന്റ് ആക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ 2 പരാജയങ്ങൾക്ക് ശേഷം പൂർണ്ണമായും ആത്മവിശ്വാസം തകർന്ന ഒരവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ 4 വർഷങ്ങൾ കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ വളരെ വലിയ തോതിൽ തിരികെ കൊണ്ടുവരാനും അതിനെ ജ്വലിപ്പിച്ചു നിർത്താനും സുധാകരന് കഴിഞ്ഞിട്ടുണ്ട്. സുധാകരൻ ഈ കോൺഗ്രസ് പാർട്ടിയെ ഒരു സമര സംഘടനയാക്കി മാറ്റാൻ വിജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം കോൺഗ്രസ്സുകാർ തെരുവിൽ നിന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങിയ കാലമാണ്. അങ്ങനെ കോൺഗ്രസിനെ ഒരു സമര സംഘടനയാക്കി മാറ്റുന്നതിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസത്തെ ജ്വലിപ്പിച്ച് നിർത്തുന്നതിൽ ഒക്കെ സുധാകരൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹം ജിമ്മിൽ പോകുന്നു അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നതിനോ അല്ലെങ്കിൽ പരിഹസിക്കുന്നതിനോ ഒക്കെ അതൊരു സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പക്ഷേ വസ്തുത സുധാകരൻ അദ്ദേഹത്തിന് നിർവഹിക്കാനുള്ള റോൾ നിർവഹിച്ചു കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. പുതിയ കാലം പുതിയ നേതൃത്വത്തെ ആവശ്യപ്പെടുന്നു എന്ന് ഈ പാനലിലിരിക്കുന്ന എല്ലാവരും പറഞ്ഞു. ചേക്കുട്ടിയൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു. അത്തരമൊരു നേതൃത്വത്തിലേക്ക് എങ്ങനെയാണ് കോൺഗ്രസ് എത്തിച്ചേർന്നത് എന്നുള്ളതാണ്. അത്തരമൊരു നേതൃത്വത്തിലേക്ക് എത്തിച്ചേർന്നത് ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ്. എല്ലാ പാർട്ടികളും ഇവിടെ കേരളത്തിൽ പഠനം നടത്തുന്നുണ്ട്. കേരളത്തിലുള്ള ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും അവർ പ്രൊഫഷണൽ ഏജൻസികളെ വെച്ച് CPM പഠനം നടത്തുന്നില്ല. CPM തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒരാളുടെ ബുദ്ധിയിൽ നിന്നാണ് എന്ന് പ്രേംകുമാർ കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അല്ലെങ്കിൽ അത് തുറന്ന് സമ്മതിക്കാനുള്ള സത്യസന്ധത ഉണ്ടാവണം. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിൽ, പാർട്ടിയിലെ സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നതിനൊക്കെ സാമുദായിക പരിഗണനകൾ എല്ലാ പാർട്ടികളിലും ഉണ്ടാകാറുണ്ട്. വളരെ വ്യക്തമായ വർഗീയ ചായ്വോടുള്ള പ്രചരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം. CPM പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് സമസ്തയുടെ നോമിനിയായിട്ട് മുസ്ലിം ലീഗിലെ ആളെയാണ് നിർത്തിയത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്, ഒരു ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് സദ്ദാം ഹുസൈനെ കേരളത്തിൽ ഉയർത്തിക്കൊണ്ട് വന്ന കഥ നമുക്കറിയാം. അങ്ങനെ വർഗീയതയെ CPM വളരെ ഫലപ്രദമായി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. സാമുദായിക പരിഗണന ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ അംഗീകരിക്കാനുള്ള സത്യസന്ധത ഒരു കാലത്തും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കാണിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ഇത്തരം പരിഗണനകൾ കേരളത്തിലെ കോൺഗ്രസിൽ നിന്നും അകന്നു പോകുന്ന, അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിലെ എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ നട്ടലായിരുന്ന ചില വിഭാഗങ്ങളിലെ ആളുകളെ കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. ഇപ്പം നമ്മൾ ജാതി പറയുന്നു അല്ലെങ്കിൽ മതം പറയുന്നത് വലിയ അപകടമാണ് എന്ന് കരുതുന്നത് ഒരു ആഢ്യത്വ മനോഭാവമാണ് എന്ന് കൂടുതൽ വ്യക്തമാകുന്ന ഒരു കാലമാണ്. നമ്മൾ എന്തിനാണ് കാസ്റ്റ് സെൻസസിന് വേണ്ടി വാദിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് കാസ്റ്റ് സെൻസസ് നടത്തുമെന്ന് പറയുന്നത്? ജനസംഖ്യ ആനുപാതികമായി അധികാര കേന്ദ്രങ്ങളിൽ, അധികാര പദങ്ങളിൽ പ്രാതിനിധ്യം ഉണ്ടാവണം എന്നുള്ള ഒരു ചിന്ത ഉയർന്നു വരുന്ന ഘട്ടമാണിത്. അതുകൊണ്ടാണ് നമ്മൾ കാസ്റ്റ് സെൻസസ് വേണ്ടതെന്ന് പറയുന്നത്.
KR നാരായണനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കുമ്പോൾ അതുകൊണ്ട് ദളിതുകൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാലുണ്ട്. പക്ഷേ ദളിതുകൾക്ക് ഇന്ത്യൻ അധികാര ശ്രേണിയിൽ ഒരു പങ്കുണ്ട്, ഒരു പദവിയുണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുന്നത് ഈ ജനാധിപത്യ പ്രക്രിയയെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതുപോലെ ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്നും ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിന്നുമൊക്കെ അകന്നു പോകുന്ന വിഭാഗങ്ങൾക്ക് അധികാര ഘടനയിൽ പങ്കുണ്ടാകും എന്ന് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആവശ്യമാണ്, ജനാധിപത്യ പാർട്ടികളുടെ ആവശ്യമാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് ഇവിടെ പലരും പറഞ്ഞു, ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രാതിനിധ്യക്കുറിച്ചത്. ഉമ്മൻചാണ്ടിയും KM മാണിയും തിരോഭവിച്ചതോടുകൂടി, അവർ തിരോധാനം ചെയ്തതോടുകൂടി കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിൽ ഒരു വലിയ നേതൃത്വപരമായ ശൂന്യത അനുഭവപ്പെടുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. ആ ശൂന്യതയിലേക്ക് കടന്നു കയറുവാൻ BJP വളരെ ആസൂത്രിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ തടയാനുള്ള ബാധ്യത കേരളത്തിലെ കോൺഗ്രസിനുണ്ട്. CPM-ന് ആ ബാധ്യതയില്ല എന്ന് മാത്രമല്ല, CPM ഉള്ളിലുള്ള ആഹ്ലാദത്തോടുകൂടി BJP ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കടന്നു കയറുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്, സന്ദർഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. മുനമ്പം വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഗവൺമെൻറ് മനഃപൂർവ്വമായി അലംഭാവം കാണിച്ചത് BJP-ക്ക് അത് ഗുണകരമാകുന്നെങ്കിൽ ഗുണകരമാവട്ടെ എന്നുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ്. അത്തരം ലക്ഷ്യങ്ങളെ പൊളിക്കാനായി എല്ലാ വിഭാഗം ആളുകളെയും ലക്ഷ്യം പൊളിക്കാനുള്ള ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആണോ ഒരു ക്രിസ്ത്യൻ പ്രസിഡന്റ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു കേരളം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ്. അതിൽ ശ്രീ എബ്രഹാം മാത്യു ഇവിടെ സൂചിപ്പിക്കുന്നത് ഒരു കാര്യം കൂടി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ആന്റണി എന്നയാൾ, അദ്ദേഹം ക്രിസ്ത്യാനി എന്ന നിലയിലാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് എത്തുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം കേരളത്തിൽ ഏറ്റവും നന്നായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന ഒരു ജനപ്രതിനിധിയാണ്. കൃത്യമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും ഒരുപോലെ സാന്നിധ്യമുള്ള, ഹൈന്ദവ, നായർ, ഈഴവ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള, അതുപോലെ തന്നെ കേരളത്തിൽ ജനസംഖ്യാനുപാതികമായി ഏറ്റവും അധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈരാറ്റുപേട്ട പോലെയുള്ള പ്രദേശങ്ങളുള്ള എല്ലാ വിഭാഗങ്ങളും ഒരുപോലെ വസിക്കുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് പത്തനംതിട്ട. ഈ പത്തനംതിട്ടയിൽ വളരെ കൃത്യമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ടാണ് ആന്റണി കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലായി വിജയിക്കുന്നത്. ആ മണ്ഡലത്തിൽ ഉൾപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ജയിക്കുമ്പോഴും വർദ്ധിച്ച ഭൂരിപക്ഷത്തോടുകൂടി ആന്റോ വിജയിക്കുന്നത് അദ്ദേഹത്തിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താൻ കഴിവുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ പാഠം സംസ്ഥാന വ്യാപകമായി നടപ്പാക്കാൻ അദ്ദേഹം PCC പ്രസിഡന്റ് ആയാൽ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടാവും. ആയതുകൊണ്ടല്ല, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്താനുള്ള അദ്ദേഹത്തിന്റെ കഴിവാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ശരി, ഓക്കെ.